ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എൻ്റെ വണ്ടികളുടെ വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഏതൊക്കെ വണ്ടികളാണ് യൂസ് ചെയ്യുന്നത് എല്ലാം കൂടി ചേർത്തൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് വരാം. ഇത്രയും വണ്ടികളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ വണ്ടീൻ്റെ പിറകിൽ ഓരോരോ ചരിത്രങ്ങളുണ്ട്. ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന് പറയാം. ഞാനിപ്പോൾ 2 സെക്ഷനായിട്ടാണ് വണ്ടി വെച്ചേക്കുന്നത്. ഇത് ഓൾഡ് മോഡൽ വണ്ടികളും ഇത് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ വണ്ടികളുമാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. ഇത് 1986 മോഡൽ സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. അന്നത്തെ ഡീലക്സ് എന്ന് പറഞ്ഞൊരു വണ്ടിയായിരുന്നു. ഇത് ചുവപ്പ് കളറായിരുന്നു. പിന്നെ അച്ഛൻ യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ്, അച്ഛൻ വാങ്ങിച്ച വണ്ടിയാണിത്. അപ്പം ഇത് ഏകദേശം 35 വർഷം പഴക്കമുള്ള ഒരു വണ്ടിയാണ്. ഇപ്പോഴും റീടെസ്റ്റ് ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇത് അന്ന് സൂപ്പർ ഡീലക്സ് ആയിരുന്നു. അന്ന് ഇവിടെ ഒരു ക്രോമിലെ ഒരു പ്ലേറ്റും അതിൻ്റെ മുകളിലുമാണ് ഈ എംബ്ലം ഇരുന്നത്. പിന്നെ അത് ബ്ലാക്ക് ആക്കി പിന്നെ ഞാൻ ഒരു 5-6 വർഷം മുമ്പ് ഇത് റീപെയിൻറ്റ് ചെയ്ത് ടെസ്റ്റൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണ്. അതാണ് ഈ ഒരു വണ്ടീൻ്റെ വിശേഷമുള്ളത്. ഈ വണ്ടിയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഓട്ടിക്കുന്ന വണ്ടിയും. ഈ വണ്ടിയോടുള്ള അറ്റാച്ച്മെൻറ്റ് ഈ ഒരൊറ്റ വണ്ടികൾക്കും ഇല്ല. ഇത് കിടിലമാണ്. ഇത് വണ്ടി ഹീറ്റായി കഴിഞ്ഞാൽ ഈ വണ്ടികളുടെ ആയിട്ട് ഏറ്റവും കിടിലം വണ്ടിയാണ് ഈ വണ്ടി. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ വിശേഷം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഓരോരോ വണ്ടികളുടെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ ഗുജറാത്തിൽ നിന്ന് വാങ്ങിച്ച RX 135 ആണ്. ഇത് 2003 മോഡലാണിത്. ഇത് 4 സ്പീഡാണ്. ഇത് ഗുജറാത്തിൽ നിന്ന് വന്ന് ഇവിടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തതാണ്. ഏകദേശം 1 വർഷത്തിൻ്റെ അകത്തായതേ ഉള്ളൂ ഇതിവിടെ രജിസ്റ്റർ ചെയ്തിട്ട്. കണ്ടോ, ഈ വണ്ടി ഞാൻ അവിടെ നിന്ന് നല്ല കണ്ടീഷനായിട്ടാണ് വന്നത്. ജസ്റ്റ് പോളിഷും ജസ്റ്റ് തുടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ടെസ്റ്റിന് കാണിച്ച് റെഡിയായതാണ്. വലിയ പണിയൊന്നും ഇല്ലായിരുന്നു ഇതിന്. ചെറിയ അത്യാവശ്യം ചെറിയ മിനുക്ക് പണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്. ഇത് 1998 മോഡൽ RX 135 ആണ്. ഇതും 4 സ്പീഡ് തന്നെയാണ്. ഇത് ഭയങ്കര വില കുറച്ച് നല്ല ആക്രി കണ്ടീഷനിൽ കിട്ടിയ വണ്ടിയാണ്. ഞാൻ ഈ ആക്രി കണ്ടീഷനിൽ കിട്ടിയ വണ്ടി ഞാൻ സ്വന്തമായിട്ടാണ് ഫുൾ പണിഞ്ഞ് റെഡിയാക്കി. എൻജിൻ ഉൾപ്പെടെ സ്വന്തമായിട്ടാണ് പണിഞ്ഞത്. അടിപൊളിയായിരുന്നു. 2 സ്ട്രോക്കിനോടുള്ള ഇഷ്ടം പണ്ടേ കൊച്ചിലെ മുതലുള്ളത് കൊണ്ടാണ് ഈ ഒരു വണ്ടി എടുത്തത്. ഈ വണ്ടി 3 വർഷം മുമ്പ് ഗുജറാത്തിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തതാണ്. ഇവിടെ വന്ന സമയത്ത് ഭയങ്കര മോശമായിട്ട് കണ്ടീഷനാണ്. ഇത് മോട്ടോ ഡീൻ്റെ ഫ്രണ്ട് ടയറും മോട്ടോ ഡീൻ്റെ ബാക്ക് ടയറുമാണ്. ഇത് ഫ്രണ്ടിലത്തെ ഒരു സാപ്പർ മോഡൽ ടയറും ബാക്കിൽ മോട്ടോ ഡി ടയറുമാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഒരു മാറ്റ് ഗ്രേ പോലത്തെ ഒരു കളറാണ് ഞാനിത് അടിച്ചിരിക്കുന്നത്. ഇത് സാധാ ബ്ലാക്ക് തന്നെയാണ്. ഈ ഒരു വണ്ടീൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത് 2009 മോഡൽ പൾസറാണ്. ഇത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ കൂട്ടി വെച്ച് ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് ഉണ്ടാക്കിയ പൈസയ്ക്കാണ് ഈ ഒരു വണ്ടി വാങ്ങിച്ചത്. പിന്നെ ഇത് ആക്റ്റീവ BS6 വണ്ടിയാണ്. 1 വർഷം ആയി ഈ ഒരു വണ്ടി വാങ്ങിച്ചിട്ട്. പിന്നെ ഇത് നമ്മുടെ ഹിമാലയൻ. ഇത് ഞാൻ ഉത്തർപ്രദേശിൽ നിന്ന് വാങ്ങിച്ച. ഇതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഇപ്പം ആൾട്ടർ ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഏകദേശം 1 വർഷം എൻ്റെ കൈ കിട്ടി. ഇത് 2016 മോഡൽ BS3 വണ്ടിയാണ്. വന്ന സമയത്ത് വൈറ്റ് വണ്ടിയായിരുന്നു. പിന്നെ ബ്ലാക്ക് ആക്കി, പിന്നെ ഗ്രാഫിക്സ് ചെയ്ത്, പിന്നെ മോഡിഫിക്കേഷൻ ചെയ്ത് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വണ്ടികളുടെ മൊത്തത്തിൽ ഒരു കഥ ഞാൻ പറയാം. ഈ വണ്ടിയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഓട്ടിക്കുന്ന വണ്ടി. അച്ഛൻ പഠിപ്പിച്ചെന്ന വണ്ടിയാണ് ഇതെനിക്ക്. ഇതിൻ്റെ പ്രത്യേകത, പഴയ മോഡൽ വണ്ടീൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. റൈറ്റ് സൈഡിലാണ് ഗിയറൊക്കെ വരുന്നത്, ലെഫ്റ്റ് സൈഡിലുമാണ് ബ്രേക്ക് വരുന്നത്. ഇപ്പോഴത്തെ വണ്ടികളെ പോലെയൊന്നുമല്ല. 2010 ഈ മോഡൽ നിർത്തിയായിരുന്നു. ഈ ഒരു വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഓട്ടിക്കുന്ന വണ്ടി. ഈ വണ്ടിയുടെ അറ്റാച്ച്മെൻറ്റ് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റാണ്. ഇത് പഴയതാണെങ്കിലും ഒരു രക്ഷയില്ലാത്തൊരു വണ്ടിയാണ്. അപ്പം ഇത് വർഷങ്ങളായിട്ട് ഓട്ടിക്കുകയാണ്. ഞാൻ +2 ഒക്കെ കഴിഞ്ഞ തൊട്ടേ ഈ വണ്ടി ഓട്ടിക്കുകയാണ്. അപ്പോൾ പിന്നെ കോളേജിലൊക്കെ കയറി ഈ വണ്ടി അന്ന് കോളേജിൽ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രത്യേക ഒരു പ്രയോറിറ്റിയാണ് ഈ ഒരു ഓൾഡ് മോഡൽ ബുള്ളറ്റിന് അന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തും ഈ ഒരു മോഡൽ വണ്ടി കമ്പനി ഈ റോയൽ എൻഫീൽഡ് ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണ് കുറച്ച് സ്പീഡാണ് പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് പൾസർ ഭയങ്കര ഒരു സംഭവമായിരുന്നു. പൾസർ സ്പോർട്സ് വണ്ടി എന്ന രീതിയിൽ ഭയങ്കര കിടിലമായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പൾസർ വാങ്ങിക്കുന്നത്. 2009 ഈ ഒരു പൾസർ ഞാൻ മേടിക്കുന്നത്. അത് കഴിഞ്ഞ് 2 വർഷത്തോളം കോളേജിൽ ഈ ബൈക്കിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. 2009 ഈ വണ്ടി വാങ്ങിച്ചിട്ട് അപ്പം തന്നെ ഞാൻ മോഡിഫിക്കേഷൻ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാൻഡിലൊക്കെ മാറി. ഇത് മോണോ ഷോക്കായിരുന്നു. ഇതിപ്പോൾ വീണ്ടും സ്റ്റോക്ക് ആക്കിയതാണ്. ഇത് യൂണിക്കോണിൻ്റെ മോണോ ഷോക്ക് വണ്ടി ആക്കിയിട്ടുണ്ടായിരുന്നു. മോണോ ഷോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടയർ അന്ന് എഫ്സിൻ്റെ ടയറാണ് ഇട്ടിരിക്കുന്നത്. ഇന്നും എഫ്സിൻ്റെ ടയറാണ് ഇതിലിട്ടിരിക്കുന്നത്. പിന്നെ കുറേ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടേക്കാം. ഇതിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ കൂടെ അന്നെടുത്തൊരു ഫോട്ടോ ഉണ്ട്. ആ ഒരു ഫോട്ടോയും കൂടെ ഞാൻ ഇട്ടേക്കാം.
പിന്നെ കോളേജിൽ നിന്നൊക്കെ പഠിച്ച് കഴിഞ്ഞ് പിന്നെ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ ടെക്നോ പാർക്കിൽ ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ 2012 ഒരു സ്വിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ ഇല്ല, ആ ചേട്ടൻ പുറത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. 2012 ആ വണ്ടി വാങ്ങിച്ചിട്ട് കുറേ നാൾ ആ വണ്ടിയായിരുന്നു. പിന്നെ പിന്നെ ആ സമയത്ത് വേറെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ 2018 ഞാൻ ഈ മോഡൽ വണ്ടി വാങ്ങിക്കുന്നത്. 1998 മോഡൽ RX 135 ആണിത്. ഇത് വാങ്ങിച്ച സമയത്ത് ഭയങ്കര വൃത്തിയായിട്ട കണ്ടീഷനായിരുന്നു. ഞാൻ മൊത്തം അഴിച്ച് പണിഞ്ഞ് റെഡിയാക്കി കുട്ടപ്പനാക്കി വെച്ചേക്കാണ്. കുറേ പൈസ ഇതിന് മുടക്കേണ്ടി വന്നത്. കാരണം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പണിയേണ്ടി വന്നുകൊണ്ട് കുറേ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വന്നു ഈ ഒരു വണ്ടിക്ക്. പക്ഷേ സ്വന്തമായിട്ട് എല്ലാം സെറ്റ് ചെയ്തതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ ആ വർഷത്ത് തന്നെയാണ് ഒരു സിഗ്നൽസ് എന്ന് പറഞ്ഞ ഒരു റോയൽ എൻഫീൽഡിൻ്റെ സിഗ്നൽസ് എന്ന് പറഞ്ഞ വണ്ടി വാങ്ങിക്കുന്നത്. 2018 ഒരു റോയൽ എൻഫീൽഡ് സിഗ്നൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ചില വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു മാസം മുമ്പാണ് അത് വിൽക്കേണ്ടി വന്നത്. ആ ചേട്ടൻ്റെ വണ്ടിയാണ്. ആ ചേട്ടൻ്റെ വണ്ടിയാണെങ്കിലും ഞാൻ തന്നെയാണ് ഫുള്ള് ഓടിച്ചിട്ടുള്ളത്. പിന്നെ 2018 ആ വണ്ടി എടുത്ത ശേഷം പിന്നെ കുറച്ചുകൂടെ വണ്ടിയൊന്നുമില്ല. പിന്നെ 2020 ഡിസംബർ ആയപ്പോഴാണ് ഞാൻ ഹിമാലയൻ വാങ്ങിക്കുന്നത്. ഈ ഹിമാലയൻ ഞാൻ ഉത്തർപ്രദേശിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത് പെയിൻ്റൊക്കെ മാറ്റി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിലാണ് അത്യാവശ്യം സിറ്റിയിലും കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് ഒരു ആക്റ്റീവയും കൂടെ വാങ്ങിച്ചത്. ആക്റ്റീവൻ്റെ വിശേഷം ഞാൻ കൂടുതൽ പറയുന്നില്ല. സാധാ ഒരു ആക്റ്റീവ 6G അത്രേ ഉള്ളൂ. കഴിഞ്ഞിട്ടാണ് ഈ ഒരു 135 വാങ്ങിക്കുന്നത്, ഈ RX 135 വാങ്ങിക്കുന്നത്. ഒരു വർഷം പോലും ആയില്ല ഇത് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത്. പിന്നെ ഇത് കൊണ്ടുവന്ന ശേഷം ഫ്രണ്ടിലും ബാക്കിലും മോട്ടോഡീൻ്റെ ടയർ ഇടേണ്ടി വന്നു. ഇങ്ങനെ കൊച്ചു മിനുക്ക് പണിയൊക്കെ ചെയ്ത് ടെസ്റ്റൊക്കെ പാസ്സായി. പിന്നെ ഇത്രയും വണ്ടികളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു മാക്സ് 100 എന്ന് പറഞ്ഞൊരു വണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷമായി വാങ്ങിച്ചിട്ട്. ആ മാക്സ് 100 വാങ്ങിച്ചിട്ട് പണിയാൻ പറ്റില്ല, ഫുൾ തറമട്ടം പൊളിച്ചിട്ടിരിക്കുകയാണ്. ചേസ് പാർട്സ്, ബാക്കി ഇതിൻ്റെ ഇടയിൽ ഓരോരോ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം പെട്ടിയിലാക്കി സൈഡിൽ ഒതുക്കി വെച്ചൊക്കെയാണ്. എപ്പോഴെങ്കിലും സമയമില്ല. ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് ഇരുന്ന് പഠിച്ച് സെറ്റ് ചെയ്യാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഇത് സൈഡിലങ്ങ് കിടക്കുന്നത്. ഇത് ഉടനെ റെഡിയാക്കാം. ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ യൂട്യൂബിലിടും. ഇത്രയൊക്കെയാണ് എൻ്റെ വണ്ടീനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ചില ആഗ്രഹങ്ങൾ, ചില വണ്ടികളൊക്കെ നമ്മുടെ മനസ്സിലെന്നും കാണില്ല. അതൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഓരോ വണ്ടി വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ ലൈഫിൽ ചില വണ്ടികളൊന്നും ഇനി വാങ്ങിക്കാൻ പറ്റാത്ത ചില വണ്ടികളുണ്ട്. ഈ RX 135 ഓൾഡ് മോഡൽ ബുള്ളറ്റ് എന്നൊക്കെ പറയുന്നത് ഇനി കമ്പനി ഇറക്കാത്തൊരു വണ്ടികളാണ്. അത് ഉള്ളവരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും അതൊക്കെ എന്ന് പറഞ്ഞാൽ ലെജൻഡറി എൻജിൻസാണ്. അതൊക്കെ എന്ന് വെച്ചാൽ എന്നെങ്കിലും ഒരു കാലത്ത് അത് കയ്യിലിരിക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ്. നമ്മൾ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ വണ്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. 2 സ്ട്രോക്ക് പഴയ വണ്ടികളും പഴയ ബുള്ളറ്റും എൻ്റയർലി രണ്ടും 2 ധ്രുവങ്ങളിലുള്ള 2 എക്സ്ട്രീം വണ്ടികളാണ്. അത് എല്ലാവർക്കും അറിയാം. ഇനി വാങ്ങിക്കണമെങ്കിൽ ഒരു RX 100 വാങ്ങിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ RX 135 5 സ്പീഡ് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ RS XZ വാങ്ങിക്കണം എന്നുണ്ട് ആഗ്രഹമുണ്ട്. പിന്നെ സുസുക്കി ഷോഗൺ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ കുറേ വണ്ടികളിങ്ങനെ പഴയ മോഡൽ വണ്ടികൾ ഇപ്പോഴും മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. ഒരു RD 350 ഒക്കെ വാങ്ങിക്കണമെന്നൊക്കെ ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ്. പക്ഷേ RD 350 എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണുന്നതിൻ്റെ അപ്പുറം റേറ്റാണ് ആ വണ്ടികൾക്കൊക്കെ. കുറച്ച് വണ്ടികളല്ലേ ഉള്ളൂ. അതൊക്കെ പറഞ്ഞാൽ കിടിലൻ വണ്ടികളാണ് RD 350 ഒക്കെ. അതൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. നമുക്ക് ശ്രമിച്ചു നോക്കാം. വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ തുടർന്നിടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം വേറെ ഒന്നും പറയില്ല. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റ.